السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ച് മനസ്സിലാക്കിയവരാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നോ ഓരോ ദിവസത്തെയും ഉപയോഗപ്പെടുത്തിയിരുന്നത് അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ അവർ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ അവരേതൊരു രീതിയിലായിരുന്നു ഈ 10 ദിവസത്തെ കണ്ടിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സയ്യിദുന മുത്തബിഉസ്സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അതേപടി പകർത്തിയത് കൊണ്ട് തന്നെ മുത്തബിഉസ്സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നടന്നുകൊണ്ട് നബിയോടൊപ്പം ഇരുന്നു കൊണ്ട് എല്ലാ വിഷയങ്ങളും വ്യക്തമായും കൃത്യമായും പഠിച്ച് മനസ്സിലാക്കി ലോകത്തോട് സംവദിച്ച സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹത്തുക്കളൊക്കെ ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ അവർ എങ്ങനെയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. കാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ യഖ്റുജാനി ഇല സൂഖി ഫി അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ സയ്യിദുന ഇബ്നു ഉമർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ അവർ അങ്ങാടിയിലേക്ക് പുറപ്പെടുമായിരുന്നു. എന്നിട്ടോ യുക്കബ്ബിറാനി വയക്കബ്ബിറുന്നാസു ബിതക്ബീരിഹിമ, അവർ രണ്ടുപേരും ഉച്ചത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ തക്ബീർ ചൊല്ലുമായിരുന്നു. അവർ ചൊല്ലുന്നത് കേട്ടുകൊണ്ട് അവരോടൊപ്പം മറ്റു ജനങ്ങളും ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു എന്ന് സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയല്ലോ, വയദ്കുറു സ്മുല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മൃഗങ്ങൾ, ആ മൃഗങ്ങളെ കാണുമ്പോൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഈ പറയപ്പെട്ട 10 ദിവസങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് വേണ്ടത് തന്നെയാണ്. ഈ അയ്യാമുൻ മഅലൂമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും. അപ്പോൾ ഇവകൾ തമ്മിൽ പരസ്പരം കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഈ പറയപ്പെട്ട ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ 10 പകലുകൾ അള്ളാഹുവിനെ പ്രത്യേകമായി ഓർക്കേണ്ടുന്ന, അള്ളാഹുവിനെ പ്രത്യേകമായി സ്മരിക്കേണ്ടുന്ന, എല്ലാ അവസരങ്ങളിലും അള്ളാഹു തആലക്ക് തക്ബീർ ചൊല്ലേണ്ടുന്ന, തഹ്ലീൽ ചൊല്ലേണ്ടുന്ന, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടുന്ന, അവനെ തസ്ബീഹ് ചൊല്ലി അള്ളാഹുവിനെ പുകഴ്ത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് വിശുദ്ധ ഖുർആനും ഈ പറയപ്പെട്ട ഹദീസുകളൊക്കെയും വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സയ്യിദുന സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നും നമുക്ക് ഇമാം ദാരിമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ പൂർവികരാകുന്ന നമ്മുടെ മാതൃകാ പുരുഷന്മാരൊക്കെ മഹത്തായ ദിവസങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടെയായിരുന്നു ഇബാദത്തുകൾ ചെയ്തിരുന്നത്. ഒരിക്കൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ധാരാളം നന്മകൾ വാരിക്കൂട്ടാനുള്ള അശാന്ത പരിശ്രമം നടത്തുകയും ചെയ്തതായി മഹാന്മാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കും അതിന് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.